ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ UK ഇപ്പോൾ പുതിയ വിസാ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് വർദ്ധിച്ചു വന്ന കുടിയേറ്റത്തിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ടാണ് UK ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UK വരുന്ന പുതിയ കർശനമായിട്ടുള്ള വിസാ നിയമങ്ങൾ UKയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 4.4 ബില്യൺ പൗണ്ടിന് നഷ്ടം UK എക്കണോമിക്ക് ഉണ്ടായേക്കാം എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പ്ലാനുകൾ UK എക്കണോമിക്ക് യാതൊരു വിധത്തിലും ഗുണകരമാവില്ല എന്നൊക്കെയാണ് ബിസിനസ് ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞ് ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം UKയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. കാരണം എന്താണ്, UKയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UKയിലെ സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കിടക്കാം. ഇൻഫോർമേറ്റീവ് തോന്നുക ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. പുതിയ റിപ്പോർട്ട് പ്രകാരം 4.4 ബില്യൺ പൗണ്ടിന് നഷ്ടമാണ് UKക്ക് ഈ ഒരു പുതിയ വിസാ നിയമങ്ങൾ കൊണ്ട് അടുത്ത വർഷങ്ങളോളം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ്. ഗവൺമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ വിസാ നിയമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലക്ഷ്യമിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പെൻഡൻസിനെ ഒഴിവാക്കിയത് തൊട്ടിട്ട് ഇപ്പോൾ അവർ PSW പീരീഡ് 18 മാസമാക്കിയിട്ട് ജനുവരി 2020 തൊട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റികൾക്ക് വളരെ രീതിയിലുള്ള ഭാരമാണ് നൽകിയിരിക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ വിദ്യാർത്ഥികളുടെ അളവ് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ ഒരുപാട് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഇവരുടെ വരവ് കുറഞ്ഞതോടെ ഇവരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. നിലവാരമില്ലാത്ത കോഴ്സുകളൊക്കെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി നിർബന്ധിതരായത് ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. കാരണം എന്താണ്, UKയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിലവാരമില്ലാത്ത കോഴ്സുകൾ ചൂസ് ചെയ്ത് പല വിദ്യാർത്ഥികൾ UKയിൽ എത്തുന്നു. ഇവിടെ എത്തിയ ശേഷം അവർക്ക് അവിടെ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഒന്നും പഠിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സ്ട്രിക്റ്റ് ആയതോടെ യൂണിവേഴ്സിറ്റികളും അവരുടെ നിലവാരമില്ലാത്ത കോഴ്സുകൾ വെട്ടിച്ചുരുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പഠനത്തിനായിട്ട് എത്തിയിട്ട് മറ്റ് വിസകളിലോട്ട് പോകുന്ന സ്വിച്ച് ചെയ്യുന്ന ഒരു ഏർപ്പാട് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ പോലും പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, നമുക്ക് UKയിലോട്ട് എഡ്യൂക്കേഷൻ വിസയിൽ എത്തിയ ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്. അത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴല്ല, ലേബർ ഗവൺമെന്റിന് മുമ്പ് UK ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടി PM നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുണ്ടായിരുന്ന ഋഷി സുനക് PM ആയിട്ട് കാലത്ത് തന്നെ ഈ പറഞ്ഞ സ്വിച്ച് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നു. UKയിൽ പഠന വിസയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ പഠന കാലാവധി കഴിയാതെ വേറെ ജോലിയിലോട്ട് മാറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണുള്ളത്. അതേപോലെ തന്നെ കോഴ്സ് പൂർത്തിയാക്കാതെ UKയിൽ തുടരാൻ കഴിയില്ല എന്നൊരു നിയമവും നിലവിൽ വരികയുണ്ടായി. വിദ്യാർത്ഥികളെ ഒരു ബിസിനസ് മാത്രമായി കണ്ട പല യൂണിവേഴ്സിറ്റികൾക്കും ഒരു തിരിച്ചടിയായി. കാരണം പല യൂണിവേഴ്സിറ്റികൾ പേപ്പറിൽ മാത്രം വലിയ യൂണിവേഴ്സിറ്റികളായിരിക്കും. ഷേക്സ്പിയർ യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ വലിയ പേരൊക്കെ ന്യൂ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ പല പേരുകളൊക്കെ ഇടും. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഓഫീസ് മുറിയോ മറ്റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങൾ പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ വലിയൊരു അടിയായി ഈ പറഞ്ഞ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയത് എന്നുള്ളതാണ്. അത് നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തൊഴിൽ വിസകളൊക്കെ കർശനമായി സ്കിൽഡ് വർക്ക് വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, കെയർ വിസയിൽ മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സ്കിൽഡ് വർക്ക് വിസയിലേക്ക് ത്രെഷ്ഹോൾഡ് ഉയർത്തിയത് വിസ ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പേർക്ക് വിസ ലഭിക്കാത്ത ഇഷ്യൂസ് വന്നു. ഇതൊക്കെ ഗവൺമെന്റിനെയും സത്യം പറഞ്ഞാൽ പ്രതികൂലമായി തന്നെ ബാധിച്ചു. അതേസമയം ഒരു പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നെഗറ്റീവ് കൂടി ഉണ്ടാകും എന്നുള്ള തിയറിയാണ് ഇവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ILRന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെ 5 വർഷം ഇവിടെ UKയിൽ തുടരുകയാണെങ്കിൽ ലഭിച്ചത് ILR സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 വർഷമോ അതിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആകാൻ വേണ്ടി പോവുകയാണ്. അതും എല്ലാ കാറ്റഗറിയിലോട്ടും ഇല്ല. ചില ആൾക്കാർക്ക് ILR ലഭ്യമാവാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കെയർ മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പല മോഡേൺ സ്ലേവറി ഒരു അടിമത്തം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വിസാ നിയമങ്ങൾ കർക്കശമാവുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈഡ് എഫക്ട്സുകളാണ്. ഏജൻസികൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിയത് UKയിലെത്തിയ പല വിദ്യാർത്ഥികൾക്കും പല കെയർ വിസ ഹോൾഡേഴ്സിനൊക്കെ വിസ പുതുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു കെയർ വിസ ലഭിക്കണമെങ്കിൽ ഒരുപാട് പുതിയ നിയമങ്ങളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ലഭിച്ചോളണമെന്നില്ല. ഏതെങ്കിലും ഒരു കെയർ ഹോമിൽ 3 മാസത്തോളം വർക്ക് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു കെയർ ഹോമിലല്ല, ഈ വിസ ലഭിക്കുന്ന ഏത് കെയർ ഹോമിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് വിസ ലഭിക്കുന്നത്, സ്പോൺസർഷിപ്പ് ഉള്ളത്, അവരുടെ അണ്ടറിൽ ഏകദേശം 3 മാസത്തോളം വർക്ക് ചെയ്തിട്ട് അത് അവരുടെ ആ 3 മാസത്തെ പേ സ്ലിപ്പ് വെച്ച് അങ്ങനെയൊക്കെ കുറച്ച് ക്രൈറ്റീരിയകളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വിസ ലഭിക്കാൻ വേണ്ടിയിട്ട്. നോർത്തേൺ അയർലൻഡ്, വെയിൽസ് പോലെയുള്ള പ്രവിശ്യകളിലൊക്കെ താരതമ്യം ഇംഗ്ലണ്ടിനേക്കാളും ജോലി ലഭിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം അവിടെ കുറച്ചുകൂടി ലിബറലാണ്. ഇംഗ്ലണ്ടിനെ പോലെയുള്ള നിയമങ്ങളില്ല എന്നുള്ളതാണ്. വലിയ തുക നൽകിയ ഏജൻസികൾക്ക് സാലറിയിൽ നിന്നും പലരുടെയും ക്യാഷ് പിൻവലിക്കുന്നതായിട്ടും
കണക്കാക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഒരു ജോബ് ഏജൻസികൾക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മാത്രം ശമ്പളം തരണം, അല്ലെങ്കിൽ പകുതി തരണം എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് മോഡേൺ സ്ലേവറി എന്ന് പറഞ്ഞിട്ട് അതിനും വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് കെയർ മേഖലയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതോടെ സാധാരണക്കാരായ പല കുടുംബാംഗങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് UK വരാൻ വേണ്ടി ആഗ്രഹിച്ച് പല ക്യാഷൊക്കെ മുടക്കി ഡെപ്പോസിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അഭയാർത്ഥി പ്രശ്നങ്ങൾ കാരണം നോർത്ത് ഇന്ത്യൻ അയർലൻഡിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, പല ഇന്ത്യക്കാർക്കും അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ അയർലൻഡ് ഗവൺമെന്റ് തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത് എന്ന രീതിയിൽ അവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവർ ടാക്സ് എടുത്തിട്ടാണ് ഈ അഭയാർത്ഥികളെ സഹായിക്കുന്നത്. അവർക്ക് വേണ്ടി യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ല. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആസ് യൂഷ്വൽ ടാക്സ് വർദ്ധിപ്പിക്കുക. ഇതിനെതിരെയും പ്രതിഷേധം കൊണ്ട് ടാക്സ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ആരെയാണ് ബാധിക്കുക? ഇവിടെ UK നിന്ന് ജോലി ചെയ്യുന്ന, ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ UK വർക്ക് ചെയ്യുന്ന നഴ്സുമാരും മറ്റു മേഖല, ടീച്ചേഴ്സ് മേഖലയൊക്കെ ആയിട്ട് എല്ലാവരും ടാക്സ് വർദ്ധിക്കുമ്പോൾ ഈ ടാക്സിന് ഒരു അംശം എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറഞ്ഞ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു അതേപോലുള്ള ആൾക്കാർ, അഗതികളായിട്ടുള്ള കുറേ ആൾക്കാർ UK വരുന്നുണ്ട്. ഒരുപാട് ബോട്ടിലും മറ്റും ആൾക്കാർ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ ഒരുപാട് പേര് UK വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ക്യാഷ് ചിലവാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ടാക്സ് വർദ്ധിക്കുമ്പോൾ ഈ ഒരു ടാക്സ് വർദ്ധിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ചെല്ലുന്ന ആർക്ക് വേണം? അഭയാർത്ഥികൾക്കാണ്, അത് തങ്ങൾക്കല്ല. ഇപ്പോൾ ഒരു രാജ്യത്ത് ടാക്സ് വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വർദ്ധിക്കുന്നതിന് ഗുണങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്കും പൗരന്മാർക്കുമാണ് പോകേണ്ടത്. പക്ഷേ ഇത് പൗരന്മാർക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ടാക്സ് നിയമപരമായിട്ട് അടയ്ക്കുന്ന ആൾക്കാർക്കല്ല പോകുന്നത്. മറിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റിപരമായിട്ടൊന്നും ചെയ്യാത്ത, രാജ്യത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാത്ത, അല്ലെങ്കിൽ രാജ്യത്തിന് എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ടാക്സിൻ്റെ ഗുണങ്ങൾ പോകുന്നത്. അതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ വ്യാപകമാവുന്നത്. രണ്ടാമതായിട്ട് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ മേഖലയിൽ ചെലവ് ചുരുക്കൽ കൊണ്ടുവരിക എന്നുള്ളൊരു ആലോചനയിലാണ്. ജോലി ചെയ്യാതെ സാമ്പത്തികമായിട്ട് ഇനാക്റ്റീവായിട്ട് കഴിയുന്ന UK യുവാക്കളെ തിരികെ ജോലിയോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ്, ഗ്യാരണ്ടി ജോബ് പ്ലാൻ പോലെയുള്ള പല പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അതുപോലെ UK പൗരന്മാർക്ക് ചില ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്. ഈ ബെനിഫിറ്റ്സ് ഒക്കെ ക്ലെയിം ചെയ്യുന്നതിന് കുറച്ച് പരിധികൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. പല ബെനിഫിറ്റ്സുകൾ വെട്ടിക്കുറച്ചിരുന്നു. അപ്പോൾ ഇനിയും ബെനിഫിറ്റ്സ് വെട്ടിക്കുറയ്ക്കാനാണ് ജോലിയിലോട്ട് തിരികെ യുവാക്കളെ കൊണ്ടുവരിക. യൂത്ത് ഗ്യാരണ്ടി പ്ലാൻ എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ പദ്ധതി പ്രഖ്യാപിച്ച് UK യുവാക്കളെ തിരികെ ജോലിയിലോട്ട് കൊണ്ടുവരികയുള്ള ശ്രമത്തിലാണ്. പുതിയ UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം UK ഗവൺമെന്റ് ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്രത്തോളം 4.4 ബില്യൺ പൗണ്ടിൻ്റെയൊക്കെ നഷ്ടങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം സത്യം പറഞ്ഞാൽ എന്താ പറയുക, തുഗ്ലക് പരിഷ്കാരങ്ങൾ പോലെയുള്ള പരിഷ്കാരങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മാനുഷിക പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. UK ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതായത് UK സാമ്പത്തിക സ്ഥിതി താഴോട്ട് പോയിക്കൊണ്ടിരിക്കെ മാനുഷിക പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനെക്കുറിച്ചും ഈ അഭയാർത്ഥികൾക്ക് പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഗവൺമെന്റ് സൈഡിൽ അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഞാനിവിടെ വന്ന ശേഷം ഏകദേശം 2 പ്രധാനമന്ത്രിമാരും 2 ഗവൺമെന്റുമാണ് താഴെ വീണത് ഈ ഒരു ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ മൂലം. എന്നിട്ടും ഇവർ ഇതേപോലെ അഭയാർത്ഥികളെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നുള്ളതാണ്. തന്നെയാണെങ്കിലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുകയാണ്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുവരെയും ബൈ, സീ യു, താങ്ക് യു.